ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ സോണലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അലോവേരയുടെ അതായത് കറ്റാർവാഴയുടെ എണ്ണ വീട്ടിൽ തയ്യാറാക്കുന്ന വിധം നോക്കാം. വിറ്റാമിൻ്റെ കലവറയായ അലോവേരയുടെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണല്ലോ അലോവേര. അലോവേര ഓയിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഓയിൽ തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനു മുന്നേ ചെറിയൊരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലീഫാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയും നീളവും ഒക്കെയുള്ള 2 ലീഫുകളാണ് എടുത്തിട്ടുള്ളത്. 2 സൈഡിലുള്ള മുള്ളുകളും കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഈ ലീഫ് അരമണിക്കൂർ മുന്നേ ഞാൻ എടുത്തു വെച്ചതാണ്. ഇതിൻ്റെ പേഴ്സണൽ ലിക്വിഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. ലീഫ് മുറിച്ച് അരമണിക്കൂർ ന്യൂസ് പേപ്പറിലോ മറ്റോ ഇതിൻ്റെ കറ ഒലിച്ചു പോകുന്ന രീതിയിലൊന്ന് ചാരി വെക്കണം. ശേഷം നമുക്ക് ഉപയോഗിക്കാം. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും അലോവേരയ്ക്കില്ല. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇത് കുറച്ച് തുളസിയിലയാണ്. നമ്മുടെ ഓയിലിന് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇതിന് പകരം പുതിനയിലയായാലും കുഴപ്പമില്ല, രണ്ടും മുടിക്ക് നല്ലതാണ്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആവുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. എന്താ ഈ ഒരു ലെവലിൽ മതി. ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാം. എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള പാത്രം തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുന്ന കൂട്ട് പെട്ടെന്ന് കരിഞ്ഞ് അടിക്ക് പിടിച്ച് എണ്ണയുടെ ഫലം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഞാനിവിടെ 250 ml കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബദാം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇതിലൊക്കെ നമുക്ക് അലോവേര ഓയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അരച്ച് വെച്ച അലോവേര അതിലേക്ക് ആഡ് ചെയ്യാം. മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ഓയിൽ തയ്യാറാക്കിയിരുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ആ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. ആ മെത്തേഡിൽ തന്നെ 45 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. എണ്ണയും അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അലോവേരയിലുള്ള ഈ ജലാംശം പൂർണ്ണമായിട്ട് വറ്റിയെടുക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഈ എണ്ണ തയ്യാറാവാനുള്ള സമയം. ഏകദേശം 30 മിനിറ്റ് എന്തായാലും വേണം. 30 മിനിറ്റിലേറെ വേണം, 45 മിനിറ്റോളം വേണം. ദെൻ ഓയിലൊരു പച്ച കളറായിട്ട്, ഇളം പച്ച കളറായിട്ട് വരും. കൂടെ അരപ്പ് ഒരു ബ്രൗൺ നിറമായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ എണ്ണ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ എണ്ണ വേറെയും അരപ്പ് വേറെയും ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് എണ്ണയെ അരിച്ചെടുക്കാം. ഈ ഓയിൽ നമുക്ക് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കാണിച്ചു തരുന്ന ഒരു ഓയിലാണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഷാമ്പുവോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയാം. മുടി നല്ല തിക്കായിട്ട് വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും നല്ല കറുത്ത നല്ല ബലമുള്ള മുടി കിട്ടാനും നമുക്ക് ഈ അലോവേര ഓയിൽ യൂസ് ചെയ്യാം. കൂടാതെ കുട്ടികളുടെ തലയിൽ നമുക്കിത് യൂസ് ചെയ്യാം. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ അലോവേര ഓയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. മുടിക്ക് കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അലോവേര ജെല്ല്. അപ്പോൾ നമുക്ക് അലോവേര ജെല്ല് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.